ഖതാദ റളിയല്ലാഹുവിന്റെ കണ്ണ് അമ്പേറ്റ് വീണുപോയി. വീഡിയോ ആ കണ്ണും പിടിച്ചിട്ടില്ല ഹദറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണവിടെ വെച്ചുകൊടുത്ത് എന്താ സ്വഹാബിയായ ഖതാദ തങ്ങൾ ഫകാന ലാ യദ്രി അയ്യ ഐനൈഹി ഉസീബത്, ഏത് കണ്ണിലെ അമ്പേറ്റ് എന്ന് അറിയില്ല, അത്രയും ക്ലിയർ ആയി. കാഴ്ച കൊടുത്ത നേതാവാര് മുത്തു റസൂലുള്ളാഹി. ഇതെങ്ങനെ ഗുളികാവല് ഏടുന്നങ്ങൾക്ക് ഈ മരുന്ന് കിട്ടി, എനിക്ക് പിടുത്തം കിട്ടിയില്ല. ഇതെങ്ങനെയാണ് ഒന്നാകല്? യുദ്ധത്തിൽ കണ്ണ് നഷ്ടപ്പെട്ട സ്വഹാബിക്കറിയാം കാഴ്ച തരുന്നവൻ അല്ലാഹുവാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് ഓടിപ്പോയിട്ട് നബിയെ കണ്ണ് നഷ്ടപ്പെട്ടു പോയി, കണ്ണങ്ങ് കയ്യിൽ കൊടുത്തപ്പോ ആ കണ്ണങ്ങ് പിടിച്ച് ആ കണ്ണിന്റെ സ്ഥാനത്ത് വെച്ച് കണ്ണിനൊരു തടവൽ അല്ലാഹുവിന്റെ റസൂല് നിർവഹിച്ചപ്പോ കണ്ണ് തിരിച്ചു കിട്ടിയില്ലേ? തിരിച്ചു കൊടുത്തത് അല്ലാഹുവാണ്. റസൂലുള്ളാഹിന്റെ കയ്യിന്റെ സ്പർശനമാതിന്റെ കാരണം കണ്ട. അപ്പോ ഇവർക്കൊക്കെ അള്ളാഹുവിന് ദീനുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? ഇവർ ഈ ദീന് പറയുന്ന കാര്യത്തിൽ വല്ല ആത്മാർത്ഥതയും വല്ല ഇഖ്ലാസും ഉണ്ടോ? നോക്കി, ഈ പറയുന്ന നൗഷാദ് എന്ന ഇദ്ദേഹം പറയുന്ന രണ്ട് കാര്യവും നിങ്ങൾ കേട്ടല്ലോ. വെറുതെ അള്ളാഹുവിൻ്റെ ദീനിൽ ഒരു വിശ്വാസവുമില്ലാതെ മഹാന്മാരായ പണ്ഡിതന്മാരെ, പേരോട് ഉസ്താദിനെ പോലുള്ള മഹാന്മാരെ പണ്ഡിതന്മാരെ ജനമധ്യത്തിൽ വഷളാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെ മാത്രം അള്ളാഹുവിൻ്റെ ദീനും പറഞ്ഞു നടക്കുന്ന ടീം, ദീനെന്ന് പറഞ്ഞു നടക്കുന്ന ഒരു ടീമാണ്. ഇവിടെ ആർക്കും അറിയാം, ഔലിയാക്കന്മാരും അള്ളാഹുവിൻ്റെ റസൂലൊക്കെ നമ്മെ സഹായിക്കും, ഉറപ്പാണ്, ഒരു സംശയമില്ല. പക്ഷേ ആ സഹായത്തിൻ്റെ ഒക്കെ യഥാർത്ഥ അടിസ്ഥാനം അത് അള്ളാഹുവാണ് എന്നതിൽ ആർക്കും തർക്കവുമില്ല. പക്ഷെ ഇതിപ്പോൾ ഒരു കാര്യവുമില്ലാതെ അള്ളാഹുവിൻ ദീൻ പറയുന്നിടത്ത് ഒരു ഇഖ്ലാസുമില്ല, ഒരു ആത്മാർത്ഥവുമില്ലാതെ പേരോട് ഉസ്താദിനെ പോലുള്ള മഹാന്മാരെ ഇകഴ്ത്തുക എന്ന ഉദ്ദേശത്തോട് മാത്രം ഇറങ്ങി പുറപ്പെട്ട ഒരു ടീമാണെന്നത് ഈ വീഡിയോ നിങ്ങൾ കണ്ടോക്കും. ഇത് കണ്ടാൽ മനസ്സിലാവും. സത്യം അവൻ നൗഷാദ് എന്ന് പറയുന്ന അദ്ദേഹം മുന്നേ പറഞ്ഞ വീഡിയോ രണ്ടാമത്തെ ഇതിൽ പറയണത് അതാണ് സത്യം. പക്ഷെ ആ സത്യത്തെ മനഃപൂർവ്വം മറച്ചു വെച്ചിട്ട് ഇവിടുത്തെ പണ്ഡിതന്മാരെ തെറി പറയുക, അവരെ മോശമാക്കി ചിത്രീകരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവൻ്റെ എല്ലാ പ്രവർത്തനവും. ഈ വീഡിയോ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത്തരത്തിലുള്ള ജനങ്ങളെ തൊട്ട് അല്ലാഹു നമ്മളെ കാക്കട്ടെ. ശ്രദ്ധിക്കണം.